വണക്കം ഫ്രണ്ട്സ്, പണ്ട് ചരിത്ര ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ചെയ്ത 6 വീഡിയോകളിൽ തെറ്റും ശരിയും ഉണ്ടായിരിക്കാം. തെറ്റുകളെ പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുക്കോണ തത്വത്തിൽ അവസാന ഭാഗമായ പാർട്ട് 7 ആണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. മുക്കോണ തത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും പുതിയ പല വസ്തുതകൾ എനിക്ക് കൂടുതൽ ഇൻഡ്യൂഷൻ വഴിയാണ് മനസ്സിലായത്. നിങ്ങൾക്കും പുരാതന ഭാരതത്തിനെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പലതും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 7ലേക്ക് കടക്കാം. തമിഴിൽ ഒരു സൂത്രവാക്യമുണ്ട്. പൈതഗോറസ് തത്വം കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവിടുത്തെ കണക്കിലെ ഒരു ചൊല്ലാണിത്. സെങ്കോണ ത്രികോണത്തിൽ കർണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യമാണിത്. സെങ്കോണ ത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓടിയ നീളം തന്നെ ഒരെട്ട് കുറത്താക്കി കൂറിലെ ഒன்று തള്ളി കുன்றത്തിൽ പാതി ചേർത്താൽ വരുவது കർണം തന്നെ. അതായത് ഡിവൈഡ് ഗ്രേറ്റർ ലെങ്ത് ബൈ 8, then multiply by 1 less than 8, which is 7. Kundram means smaller length. Add half to the smaller length. What we get is the hypotenuse. Here we say കർണം. ഇത് വളരെ പഴയ ഒരു സൂത്രവാക്യമാണ്. ഇത് തന്നെയാണ് പൈതഗോറസും പറഞ്ഞിരിക്കുന്നത്. ഇനി 7000 വർഷങ്ങൾക്ക് മുൻപ് ലംബത്തിനെക്കുറിച്ച് ആശയപരമായും പ്രായോഗികമായും പുരാതന ഭാരതീയർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അവിടെയാണ് പഴയ തമിഴ് മലയാളം വാക്കുകളുടെ പ്രസക്തി. തമിഴിലും 90 ഡിഗ്രിക്ക് സെങ്കോണം എന്നാണ് പറയുന്നത്. മലയാളത്തിലാകട്ടെ മട്ടം അളക്കുന്നതിനുള്ള പണിയായുധത്തിന് കണപ്പ് എന്നാണ് തമിഴകത്തെ ആശാരിമാർ പറയുന്നത്. ഇംഗ്ലീഷിൽ ട്രൈ സ്ക്വയർ എന്ന് പറയും. ആശാരിമാർ എന്ന വാക്കിൽ നിന്നാണ് അസിറിയ എന്ന വാക്കുണ്ടായത്. തെക്കേ ഇന്ത്യക്കാരായ നമ്മുടെ പൂർവികരാണ് അസീറിയക്കാർ. അവിടുത്തെ നഗരങ്ങളുടെ പേര് നോക്കാം. ഊര്, അതായത് പ്ലേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. തൃശ്ശൂർ, അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ. അശൂർ, നിനവേ, ഉരുക്ക് എന്ന് വെച്ചാൽ സ്റ്റീൽ എന്നിവയാണ് പുരാതന നഗരങ്ങൾ. അതെല്ലാം ഭാരതത്തിലുള്ള വാക്കുകളാണ്. അസിറിയക്കാരെക്കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഈജിപ്തിലെ കാര്യമെടുക്കാം. ഈജിപ്തിൽ 2700 BCE മുതലാണ് പിരമിഡുകൾ കെട്ടിത്തുടങ്ങിയത്. ഖുഫു ഫറോവയുടെ ശവകുടീരമാണ് ഗിസ നഗരത്തിനടുത്തുള്ള ഗിസ പിരമിഡ്. ഗിസ പിരമിഡിൻ്റെ നാഷണൽ ജിയോഗ്രാഫിയുടെ വീഡിയോ കാണുക. The Great Pyramid of Khufu here at Giza is the culmination of hundreds of years of trial and error in pyramid building. But it's not only the perfect shape, it's the largest ever built, and it's never surpassed. The Great Pyramid was a fortress designed to protect the pharaoh's tomb. 24 foot off center, the entrance would have been tricky to find. At the top of a 130-foot passage, a pulley system of ropes dropped 3 enormous granite slabs, sealing off the entrance to the burial chamber. Next, 3 giant blocks slid down the shaft, closing off a grand staircase. This pyramid was a masterpiece of engineering. Capped with a layer of flawless white limestone, it was an unmistakable symbol of the pharaoh's supreme authority. The Great Pyramid was one of the first true pyramids ever built, and none of the Pyramid Age kings that followed Khufu would match it. The incredible scale of his tomb suggests Khufu wielded remarkable power, but very little is known about the king himself.
Steve has been granted special access to explore the restricted areas inside the pyramid, to hunt for any clues to the life and death of this mysterious pharaoh. I'm gonna have to stop for a minute, guys. Really is getting dark. നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഗിസ പിരമിഡ് എന്ന വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിരമിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശോധിച്ചപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം മനസ്സിലായി. ഗ്രീക്ക് വാക്കായ പുരമിസ് എന്ന വാക്കിൽ നിന്നാണ് പിരമിഡ് എന്ന വാക്കുണ്ടായത്. The word pyramid originates from ancient Greek word pyramis, which referred to a pyramid-shaped structure. അതുപോലെ തന്നെ ഗോപുരം, മേൽപ്പുര എന്നീ വാക്കുകളും പിരമിഡുമായിട്ടെന്തോ ബന്ധമുണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരുള്ള 28 നില ബൃഹദീശ്വര ക്ഷേത്ര ഗോപുരം പിരമിഡിൻ്റെ കലാപരമായ രൂപമാണ്. അതുപോലെ കേരളത്തിലെ 4 കെട്ടും 8 കെട്ടിൻ്റെയും മേൽക്കൂരകളും പിരമിഡ് രൂപത്തിന് തുല്യമാണ്. കണക്ക് നല്ലപോലെ അറിയുന്ന ആശാരിമാർക്ക് മാത്രമേ മേൽക്കൂര ശരിയായി കൊള്ളിക്കാൻ പറ്റൂ എന്ന് കേട്ടിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾ സമചതുര പിരമിഡായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇക്വിലാറ്ററൽ ത്രികോണങ്ങളെക്കുറിച്ചും മട്ടത്രികോണങ്ങളെക്കുറിച്ചും ലംബം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നിവയെക്കുറിച്ചും വ്യക്തമായ ആഴത്തിലുള്ളതുമായ അറിവുള്ള ഭാരതീയ മേശരിക്കും ആശാരിക്കും മാത്രമേ ഗിസ പിരമിഡുകൾ നിർമ്മിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ വാദം. മഹത്തായ പ്രായോഗിക ആപ്ലിക്കേഷനാണ്. പിരമിഡുകൾ ഒരു സാധാരണ നിർമ്മിതിയല്ല. 48 നില പൊക്കമുണ്ട് ഗിസ പിരമിഡിന്. അടുത്ത 2 പിരമിഡുകൾ കൂടിയുണ്ട്. അങ്ങനെ 3 പിരമിഡുകളാണ്. അതും മുക്കോണ സിദ്ധാന്തവും പ്രകാരമായിരിക്കും. ഇവിടെയും പൈതഗോറസ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം മട്ടത്രികോണത്തിൻ്റെ അറിവില്ലാതെ 2700 BC പിരമിഡുകൾ നിർമ്മിക്കാൻ കഴിയുകയില്ല. പിരമിഡിൻ്റെ പ്ലാനും എലിവേഷനും കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അങ്ങനെ വരുമ്പോൾ 2700 BC ഉണ്ടായിരുന്ന ഒരു അറിവ് വീണ്ടും 570 BC കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഭാരതത്തിൽ അതിനേക്കാളും 3000 വർഷം മുൻപേ ചുട്ട കട്ട ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ചിത്രം നോക്കുക. ചുട്ട കട്ട നിർമ്മിക്കുന്നതിന് ആവശ്യമായ മോൾഡ് എല്ലാ മൂലകളും 90 ഡിഗ്രിയിലായിരിക്കണം. എങ്കിലേ കട്ടകളുടെ മൂലകളും 90 ഡിഗ്രിയിലായിരിക്കുകയുള്ളൂ. എന്തായാലും ഹരപ്പൻ കീഴടി നാഗരികതയിലാണ് കോൺ 90 ഡിഗ്രി കണ്ടുപിടിച്ചതെന്ന് സ്പഷ്ടം. തെക്കേ ഇന്ത്യൻ മേശരിമാർ കണ്ടുപിടിച്ച തൂക്കുകെട്ട ഉപയോഗിച്ചാണ് പണ്ട് മുതലേ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. തൂക്കുകെട്ടയുടെ കണ്ടുപിടുത്തം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. തൂക്കുകെട്ടയുടെ കണ്ടുപിടുത്തം മറ്റു പല കാര്യങ്ങളിലുമുള്ള അറിവിനെ കാണിക്കുന്നു. മട്ടം, ലംബം, ഭൂമിയുടെ ഗുരുത്വാകർഷണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നിവയുടെ പ്രായോഗിക അറിവ് പുരാതന ഭാരതീയർക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഭാരതീയരുടെ അറിവിൻ്റെ തുടർച്ച ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം നീളത്തിനെ അളക്കണം. അതിന് സ്കെയിൽ കണ്ടുപിടിച്ചു. അടുത്തതായി ലംബം അടയാളപ്പെടുത്തണം. അതിനായി തൂക്കുകെട്ട് കണ്ടുപിടിച്ചു. പിന്നെ മട്ടത്രികോണ തത്വം, സുലഭസൂത്രം പ്രകാരം ഡിഗ്രികളുടെ അളവുകൾ, ട്രിഗണോമെട്രി എന്നീ അറിവുകൾ ആശാരിമാരുടെ നിർമ്മിതികളിൽ അടിസ്ഥാനമായി. ആശാരിമാരുടെ അടിസ്ഥാന ശാസ്ത്രമാണ് ലംബശാസ്ത്രം. അതില്ലാതെ ഒരു നിർമ്മിതിയുമില്ല. അതുപോലെ തന്നെ വൃത്തം, ഒരു ഡിഗ്രി, അതായത് കോണിൻ്റെ വില, 1 ഡിഗ്രി കോണിൻ്റെ വില, പൈ എന്നിവയെക്കുറിച്ച് കൂടി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്.
ഇതെല്ലാം ഗ്രീക്കുകാരും ബാബിലോണിയരുമാണ് കണ്ടുപിടിച്ചത് എന്നാണ് ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്നത്.